20 വർഷത്തോളമായി മലയാളം മിനിസ്ക്രീനിൽ നിറഞ്ഞു നിൽക്കുന്ന താരമാണ് സാജൻ സൂര്യ. അന്നും ഇന്നും രൂപത്തിലും ഭാവത്തിലും യാതൊരു മാറ്റവും സാജന് സംഭവിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. മാത്രമല്ല, അഭിനയിക്കുന്ന സീരിയലുകളിൽ ഇപ്പോഴും റൊമാൻറ്റിക് ഹീറോ ആണെന്നും മറ്റൊരു താരങ്ങൾക്കും അവകാശപ്പെടാൻ സാധിക്കാത്തതാണ്. ഇത്രയും വർഷമായിട്ടും ഇന്നും സജീവമായി നിൽക്കുന്നതിൻ്റെ രഹസ്യം എന്താണെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് സാജൻ ഇപ്പോൾ. തൻ്റെ നീണ്ട കരിയറിനെക്കുറിച്ച് പ്രേക്ഷകരിൽ നിന്ന് ലഭിക്കുന്ന പ്രതികരണത്തെക്കുറിച്ചും സാജൻ വ്യക്തമാക്കുന്നു. സീരിയലിലെ മമ്മൂട്ടി എന്ന വിശേഷണമാണ് സാജൻ സൂര്യയ്ക്ക് പ്രേക്ഷകർ നൽകിയിരിക്കുന്നത്. ഇപ്പോഴും അങ്ങനെ പറയുന്നവരുണ്ട്. വർഷങ്ങളായി എന്നെ കാണുന്നുണ്ട്. കാര്യമായ മാറ്റമൊന്നും തോന്നാത്തത് കൊണ്ടാവും അങ്ങനെ വിളിക്കുന്നത്. പിന്നെ വർക്കൗട്ടും ജനറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളുമൊക്കെ കൊണ്ടായിരിക്കാം. അല്ലാതെ മമ്മൂക്കയുമായി താരതമ്യപ്പെടുത്താൻ യാതൊരു യോഗ്യതയുമില്ലാത്ത ആളാണ് ഞാൻ എന്നാണ് സാജൻ സൂര്യ പറയുന്നത്. അദ്ദേഹം കലാമേഖലയ്ക്ക് നൽകിയ സംഭാവന ചിന്തിക്കാൻ പോലും പറ്റില്ല. കൊതിയോടെ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് അതൊക്കെ. അദ്ദേഹത്തിൻ്റെ പേര് വെച്ച് കേൾക്കുമ്പോൾ സന്തോഷമുണ്ടെന്നും സാജൻ വ്യക്തമാക്കി. ഗീതാഗോവിന്ദം തുടങ്ങിയ സമയത്ത് ഭയങ്കര ഹേറ്റേഴ്സ് ആയിരുന്നു. ഈ കിളവന് വേറെ പണിയില്ലേ, ഇയാൾ ഇപ്പോഴും പ്രേമിച്ചുകൊണ്ട് നടക്കുകയാണോ എന്ന് തുടങ്ങിയ ആദ്യത്തെ 50 എപ്പിസോഡ് വരെ ഭയങ്കര നെഗറ്റീവ് കമൻറ്റുകളായിരുന്നു. ഇതൊരു പ്രൊഫഷണൽ ജലസി കാരണം നമ്മുടെ കൂടെയുള്ള ആരെങ്കിലുമാണോ ഇങ്ങനെയുള്ള കമൻറ്റ് ഇടുന്നത് എന്ന് കൂടി ചിന്തിച്ചിട്ടുണ്ട്. ആ സമയത്ത് വായിച്ചില്ലെങ്കിലും നെഗറ്റീവ് കൂടിയതോടെ കമൻറ്റ് ശ്രദ്ധിക്കാതായി. പക്ഷേ പിന്നീട് ആ സീരിയലിലെ കഥാപാത്രങ്ങളെ ഏറ്റെടുത്ത് കുറച്ച് കുട്ടികൾ വന്നു. അവർ ഫാൻസ് പേജ് തുടങ്ങി. സീരിയൽ കണ്ടന്റ് മോശമായപ്പോൾ ഗീതാഗോവിന്ദം കാണുന്നത് നിർത്തിയെന്ന് പബ്ലിക്കായി പോസ്റ്റ് ഇട്ടു. അത്രയ്ക്കും താല്പര്യമുള്ള ഗീതാഗോവിന്ദം ഫാൻസ് ഉണ്ട്. സീരിയലുകളെ കുറിച്ച് ട്രോളുകൾ വരുന്നതുമൊക്കെ എൻ്റെ പ്രൊമോ മാത്രം കണ്ട് ചെയ്യുന്നവരാണ്. എൻ്റെ അമ്മയും ഭാര്യയുമൊക്കെ സീരിയൽ കണ്ടിട്ട് അവരുടെ സാരി ഉടുത്തതാണ് നല്ലതെന്ന് പറയാറുണ്ട്. കഥ മാത്രമല്ല, വസ്ത്രവും ആളുകൾ ശ്രദ്ധിക്കും. ചില സമയത്ത് പരസ്യ ചിത്രങ്ങൾ ചെയ്യുമ്പോൾ മാക്സിമം സാരി കാണിക്കണം എന്നാണ് സംവിധായകൻ ആവശ്യപ്പെടുന്നത്. കാരണം അവിടെ വേറൊന്നും ചെയ്യാനില്ല, ഒപ്പം അത് കാണാൻ ആളുകളും ഉണ്ടാകും. ബംഗ്ലാവിൽ ഔദ എന്ന സിനിമയിൽ ഭാവനയുടെ കൂടെ നായകനായി അഭിനയിച്ചു. ഈ സിനിമയ്ക്ക് ശേഷം 1.5-2 വർഷത്തോളം ഞാൻ വെറുതെ വീട്ടിലിരുന്നു. അന്ന് എൻ്റെ ധാരണ ഈ സിനിമയിൽ ഭാവനയുടെ കൂടെ നല്ലൊരു പാട്ടുണ്ട്, അത് ഇറങ്ങുമ്പോൾ എല്ലാവരും എന്നെ പൊക്കിക്കൊണ്ടു പോകുമെന്നായിരുന്നു. അങ്ങനെ വിചാരിച്ച മണ്ടനാണ് ഞാൻ. സിനിമയ്ക്ക് നമ്മളെ ആവശ്യമില്ല, നമുക്കാണ് സിനിമയെ ആവശ്യം. നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കണം. എൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനൊരു ശ്രമം ഉണ്ടായിരുന്നില്ല. അത് ഉണ്ടാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. സീരിയലിലെ ഇന്നത്തെ പ്രധാന മുഖങ്ങളെടുക്കുമ്പോൾ അതിലൊരാൾ ഞാനാണ്. തിങ്കൾ മുതൽ വെള്ളി വരെ എന്ന സിനിമയിൽ റിമി ടോമി എൻ്റെ പേര് ഇതുപോലെ പറയുന്നുണ്ട്. സത്യത്തിൽ 10 വർഷത്തിൽ 5-6 സീരിയലുകളാണ് ഞാൻ ചെയ്തത്. സീരിയലുകൾ ഹിറ്റായതുകൊണ്ടാണ് ആളുകൾ മനസ്സിൽ ഞാൻ നിറഞ്ഞു നിൽക്കുന്നതിന് കാരണവും.